പാലക്കാടത്തെ യൂത്ത് വ്യാജൻ MLA അങ്ങ് UK ദേ ഫോട്ടോ കണ്ടേ. കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ മാപ്രകൾക്ക് വ്യക്തിപരമായിട്ട് പൊള്ളിയിട്ടുണ്ടോ? ഇല്ലെന്നേ. നികുതിപ്പണം പൊടിച്ചുള്ള പോക്ക് കണ്ട. എന്തിനു പോയി? എന്തായിരുന്നു ആവശ്യം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എവിടെയെങ്കിലും ഉയരുന്നുണ്ടോ? സെലക്റ്റീവാണെന്ന് പറഞ്ഞു കളയല്ലേ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തോടൊപ്പം പോയപ്പോൾ നികുതിപ്പണം പൊടിക്കുന്നേ എന്നുള്ള നിലവിളിയായിരുന്നു. പക്ഷേ കേവലം ഒരു MLA അങ്ങോട്ട് ആയതേ ഉള്ളൂ. ഒരു മാസത്തെ ശമ്പളം ഇപ്പോൾ സഭയിൽ പോയില്ലെങ്കിലും ഒപ്പിട്ട് അലവൻസ് അടക്കം മേടിച്ചുകൊണ്ട് നേരെ UK വെച്ച് പിടിച്ചിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് സംഘപരിവാർ സർക്കാരിൽ നിന്ന് അനുമതി കിട്ടിയെന്ന് കൂടി നോക്കണം. കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ഇവർക്ക് അനുമതിയും കിട്ടും. പക്ഷേ സംഘിബന്ധം പറഞ്ഞു കളയല്ലേ. പക്ഷേ ഒരു MLA സംബന്ധിക്കുന്നിടത്തോളം എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് UK പോകേണ്ട കാര്യം? അതിനും മാത്രം വലിയ നേതാവൊന്നും അല്ലല്ലോ ഈ പറയുന്ന യൂത്ത് വ്യാജൻ. അദ്ദേഹത്തിനൊക്കെ ഈ നാട്ടിൽ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് നോക്കണം. കോൺഗ്രസ്സുകാരാണോ സവർണനാണോ അവർക്ക് ഇതൊക്കെ ആകാം. പിന്നോക്കക്കാരായ കുടുംബത്തിൽ ജനിച്ചവർ എന്തെങ്കിലും ചെയ്താൽ അവരിടുന്ന വസ്ത്രം കണ്ടോ, അവർ പോകുന്ന കാറ് കണ്ടോ, അവർക്ക് വന്ന മാറ്റം കണ്ടോ, തൊഴിലാളി പാർട്ടിയല്ലേ എന്നുള്ള ഒരു പരിഹാസം അതിൻ്റെ ഇടയിൽ വരും. പക്ഷേ ഇവർക്കാകാം. പ്രത്യേക സവർണരായിട്ടുള്ളവർക്കെല്ലാം ഈ സമൂഹത്തിൽ കൊടുക്കുന്നൊരു പ്രിവിലേജാണ്. ഈ ഫോട്ടോയൊക്കെ കണ്ട ഹയ്യമ്മ അടിപൊളി ഫോട്ടോ തന്നെ, ഈ രീതിയിലായിരിക്കും അതിൻ്റെ ചർച്ച പോകുന്നത്. ഒരു വ്യക്തി ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ, ഏത് യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വ്യാജ ID കാർഡ് ഉണ്ടാക്കി ആരോപണം നേരിടുന്ന വ്യക്തിയാണ്. അവർക്ക് ഈ നാട്ടിൽ എവിടെയൊക്കെ ചുറ്റാൻ പോയാലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാഗമാണെങ്കിൽ ഇതുപോലെയൊക്കെ എത്ര പെട്ടെന്ന് വേണോ കാര്യങ്ങൾ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അത് കണ്ട് ആനന്ദിക്കുകയാണ്. ആ ഫോട്ടോയ്ക്ക് ലൈക്ക് അടിച്ച് പിന്തുണ കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ രഹസ്യമായിട്ട് നടത്തുന്ന യാത്രകൾ നോക്കണേ. സുധാകരൻ പോയി അവിടുത്തെ ലക്ഷറീസ് വണ്ടിയിൽ പോയാൽ പ്രശ്നമല്ല. പിണറായി വിജയൻ അങ്ങോട്ടേക്ക് പോയാൽ ഇടുന്ന കോട്ട് പ്രശ്നമായിരിക്കും. ഒപ്പം പോകുന്ന പത്നിയുടെയും മകളുടെയും എല്ലാം ഡ്രസ്സ്, പൊട്ട്, ഇനി വേണ്ട സകലതും ചർച്ചയാണ്. പക്ഷേ ഇവർക്കെല്ലാം ഏത് തരത്തിലുള്ള വേഷം കെട്ടി നിൽക്കാം. അതിന് ഒരു പ്രത്യേക തരം പിന്തുണ കൊടുക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെയും ചില സെലക്റ്റീവ് മുറവിളിക്കാരുടെയൊക്കെ ഒരു മനോഭാവം കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഇതെടുത്ത് തുറന്നു കാട്ടിയത്. ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. യാത്രയൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഒരു ജനപ്രതിനിധിയോ ഒരു യൂത്ത് നേതാവായി കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്കോ ഒരു മനുഷ്യനെന്ന നിലയ്ക്കൊക്കെ പോകേണ്ടത് തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ. ബാക്കിയുള്ളവർ പോകുമ്പോൾ അതിനെ പല കാരണങ്ങൾ പറഞ്ഞ് അധിക്ഷേപിക്കുന്നവർ തിരിച്ചിതൊക്കെ മാറ്റിവെച്ചിട്ടോ അല്ലെങ്കിൽ MLA എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ച് നികുതിപ്പണത്തിൻ്റെ ആനുകൂല്യത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായി ചോദ്യം ചെയ്യണ്ടേ? അവർക്ക് പാടില്ല, ഞങ്ങൾക്കെല്ലാം ആകാമെന്നുള്ള ഒരു ചെറിയ കപട സദാചാരം ഈ നാട്ടിൽ ഇറക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ കാര്യത്തിലും തുറന്നു കാട്ടപ്പെടും. ഒരാളെ ആക്ഷേപിച്ചിട്ട് ഞങ്ങൾ യഥേഷ്ടം പോകുമെന്ന് പറഞ്ഞാൽ ആ കാര്യം കൂടി നാട് ചർച്ച ചെയ്യട്ടെ. നിങ്ങളുടെ ഉടായ്പ കൂടി നാട് അറിയട്ടെ. മറ്റൊരാൾ പോകുമ്പോൾ വലിയ വാർത്തയും അതിനെ സംബന്ധിച്ചുള്ള പല വിവാദങ്ങളും കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്നവർ മറ്റു ചിലർക്ക് ഈ ആനുകൂല്യം കൊടുക്കുമ്പോൾ തുടക്കക്കാരൻ തന്നെ ഇങ്ങനെ വിദേശയാത്ര എന്തിനു നടത്തിയെന്ന ചോദ്യം ചോദിക്കാതെ അതിനെ മുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയർത്തിക്കാട്ടേണ്ടി വരും. അതിനു വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലകളിൽ മറ്റൊരു വ്യക്തിക്ക് നേരെ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് യൂത്ത് വ്യാജൻ പ്രസിഡന്റ് എന്തിനു പോയി എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തം ഈ സമൂഹത്തിന് ഉണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത്.